ഒരു 5 ഹിഡൻ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് നോക്കിയാലോ. പല ആൾക്കാരും സംസാരിക്കാത്ത മെൻഷൻ ചെയ്യാത്ത മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് ആണ്. നമുക്ക് അതിൻ്റെ പെർഫോമൻസ് എന്താണെന്നും അതേപോലെ തന്നെ അതിൻ്റെ ഇൻഡെക്സിനേക്കാളും എത്രത്തോളം ബെറ്റർ റിട്ടേൺസ് തന്നിട്ടുണ്ടെന്നും നമുക്ക് ഇന്നോട് ഡിസ്കസ് ചെയ്യാം. മൈസെൽഫ് നിതിൻ നായർ ആൻഡ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഫിനാൻസ് ബൈ നിതിൻ. ആദ്യത്തെ എന്ന് പറയുന്നത് മൊമെൻറ്റം സ്റ്റൈൽ ഇൻവെസ്റ്റിംഗ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ സ്റ്റോക്ക് നല്ല രീതിയിൽ മൊമെൻറ്റം തന്നുകൊണ്ട് മേലോട്ട് പോയി എന്നാണെങ്കിൽ അവിടെ നിന്ന് ഫെർദർ വീണ്ടും മേലോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നാണ് ഈ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞൊരു 5 കൊല്ലത്തിൻ്റെ റോളിംഗ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഫണ്ട് ഏതാണ്ട് 12.8% തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന ഈ മ്യൂച്വൽ ഫണ്ട്സ് ഏതാണ്ട് 18.9% തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 10,000 വെച്ചുകൊണ്ട് ഒരു 5 കൊല്ലം ഇൻഡെക്സ് ഫണ്ടിൽ നിഫ്റ്റി 50 എന്ന ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്നാണെങ്കിൽ 8.43 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറയാൻ പോകുന്ന ഫണ്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയർലി 10 lakhs ആണ് കിട്ടിയിട്ടുണ്ടാവുക. ഈ ഫണ്ടിൻ്റെ പേര് വേറെ ഏതുമല്ല, നിഫ്റ്റി 200 മൊമെൻറ്റം 30 എന്നാണ്. ഇവരുടെ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റലായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അതായത് PE റേഷ്യോ, ഡെറ്റ് റേഷ്യോ, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഇതായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇവർ ഒരൊറ്റ സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്യുവർലി അതിൻ്റെ വാല്യൂ അനുസരിച്ചാണ്, ഷെയർ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച്. സപ്പോസ് കഴിഞ്ഞൊരു 6 മാസത്തിൽ നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടെന്നാണെങ്കിൽ ഫെർദർ ഇനി അത് മേലോട്ട് പോകാനുള്ള ചാൻസസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവർ ആ സ്റ്റോക്കിൽ പെർട്ടിക്കുലർലി ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കും. പ്യുവർലി നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ് മൊമെൻറ്റം ബേസ്ഡ് ഇൻവെസ്റ്റിംഗ്. ഒരു സ്റ്റോക്ക് നല്ലൊരു മൊമെൻറ്റം തന്നു കഴിഞ്ഞാൽ ആ മൊമെൻറ്റം കണ്ടിന്യൂ ആവാനുള്ള ചാൻസ് ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഫെർദർ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. അതേപോലെ തന്നെ ഒരു സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം താഴോട്ടാണെന്നാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മാറ്റി നിർത്തുന്നതായിരിക്കും. സോ ഇതിൻ്റെ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വരുന്ന ടോപ്പ് 200 കമ്പനീസിനെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും. അതായത് ആദ്യത്തെ 100 എന്ന് പറയുന്നത് ലാർജ് ക്യാപ്പും അത് കഴിഞ്ഞിട്ടുള്ള 150 മിഡ് ക്യാപ്പാണ്. സോ ആദ്യത്തെ വരുന്നത് 200 എണ്ണം, അതിൽ ലാർജ് ക്യാപ്പ് ഉണ്ടാവും, മിഡ് ക്യാപ്പ് ഉണ്ടാവും. ഇതിൽ കാറ്റഗറൈസ് ചെയ്തിട്ട് അത്യാവശ്യം മൊമെൻറ്റം വരുന്ന ഏതൊക്കെയാണോ ടോപ്പ് ആയിട്ടുള്ള 30 കമ്പനീസ് അതായിരിക്കും ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. രണ്ടാമത്തേത് പറയുന്നതും ഒരു മൊമെൻറ്റം ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. അത് നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 മൊമെൻറ്റം 50 ആണ്. അതായത് മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് 101 മുതൽ 250, അതായത് 150 കമ്പനീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മൊമെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്ന, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ചാൻസ് ഉണ്ടെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന 50 കമ്പനീസാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സപ്പോസ് ഇതിൻ്റെ ഒരു റോളിംഗ് റിട്ടേൺസ് നോക്കുകയാണെന്നാണെങ്കിൽ തന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 എന്ന ഇൻഡെക്സ് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലത്തിൽ അത് തന്നിട്ടുണ്ടാവുക റോളിംഗ് റിട്ടേൺസ് ഏതാണ്ട് 18.9%. സപ്പോസ് ഞാൻ പറഞ്ഞ ഈ ഫണ്ട്, അതായത് നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 മൊമെൻറ്റം 50 എന്ന ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് ഏതാണ്ട് 24.1% ആയിരിക്കും. അതേപോലെ തന്നെ ഒരു 10,000 വെച്ചുകൊണ്ട് 5 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്തു എന്നാണെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന റിട്ടേൺസ് 11.6 ആയിരിക്കും. സപ്പോസ് നിങ്ങൾ ഒരു മിഡ് ക്യാപ്പ് 150 മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ 10 ലക്ഷം മാത്രമേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. സോ തീർച്ചയായിട്ടും മിഡ് ക്യാപ്പ് കാറ്റഗറിയിൽ തന്നെ അത്യാവശ്യം കുറച്ച് റിസ്ക് ഉണ്ട്. ബട്ട് സ്റ്റിൽ ആ മിഡ് ക്യാപ്പിൽ വരുന്ന 150 കമ്പനീസിൽ ഫിൽട്ടർ ചെയ്ത് മൊമെൻറ്റമുള്ള അത്യാവശ്യം ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 മൊമെൻറ്റം 50 ഫണ്ട് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് നിഫ്റ്റി ആൽഫ 50 ആണ്. സോ ഇത് തന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, അത്രത്തോളം വലുതാണ്. സോ ഇതിൻ്റെ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യയിൽ വരുന്ന ടോപ്പ് 300 കമ്പനീസിൽ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഒരു 50 എണ്ണം ആയിരിക്കും. സോ ആദ്യത്തെ 300 കമ്പനീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എല്ലാം വരുന്നത് തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ലാർജ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 100 പിന്നെയുള്ള 150 കമ്പനീസിന് മിഡ് ക്യാപ്പ് എന്ന് പറയും. അത് കഴിഞ്ഞ് വരുന്ന 250 കമ്പനീസിന് സ്മോൾ ക്യാപ്പ് എന്ന് പറയും. സോ ഇത് ടോപ്പ് 300 കമ്പനീസ് പറയുമ്പോൾ ഈ 3 എണ്ണം കാറ്റഗറൈസ് ആവുന്നതിനായിരിക്കും. ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ആൽഫ ഡിഫറൻസ് ഉള്ള 50 കമ്പനീസായിരിക്കും എടുക്കുന്നുണ്ടാവുക. സോ ആൽഫ ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ സപ്പോസ് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 എന്നൊരു ഇൻഡെക്സ് ഏതാണ്ട് ഒരു കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ 25% റിട്ടേൺസ് തന്നു എന്ന് വിചാരിക്കുക. അതിന് പകരം തൊട്ടപ്പുറത്തുള്ള ഒരു SBI സ്റ്റോക്ക് അതിൻ്റെ റിട്ടേൺസ് നോക്കിയപ്പോൾ ഏതാണ്ട് 40% തന്നിട്ടുണ്ട് എന്നാണെങ്കിൽ ഇവിടെ വരുന്ന ആൽഫ ഡിഫറൻസ് ഏതാണ്ട് 15 ആണ്. അതായത് SBI 40 തന്നു, ഇവിടെ ഇൻഡെക്സ് ഫണ്ട് ആയിട്ടുള്ളത് ഒരു 25 തന്നു. സോ 40 മൈനസ് 25 ആയിട്ടുള്ള 15 ആണ് ഇതിൻ്റെ ഡിഫറൻസ്. ഏറ്റവും കൂടുതൽ ആൽഫ ഡിഫറൻസ് വരുന്ന സ്റ്റോക്ക് ഏതാണോ അതിലേക്കും ഒരു കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നുണ്ടാവുക. ഇതിൻ്റെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലത്തിൻ്റെ റോളിംഗ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 17.7% തന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നിഫ്റ്റി 50 ആണെങ്കിൽ വെറും 12.8% തന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ ഒരു 10,000 വെച്ചുകൊണ്ട് ഒരു 5 കൊല്ലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ 9.6 ലക്ഷം നിങ്ങൾക്ക് ഈ ഫണ്ടിലൂടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവും. നിഫ്റ്റി 50 ആണെങ്കിൽ ഏതാണ്ട് 8.5 ലക്ഷത്തിന് അടുത്തേ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. സോ തീർച്ചയായിട്ടും കുറച്ച് റിസ്ക് കൂടുതലാണ്. കാരണം മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എല്ലാം ഇതിൽ ഇൻവോൾവ് ആണ്, ലാർജ് ക്യാപ്പ് മാത്രമല്ല. സോ സുസ്ലോൺ, കല്യാൺ, IRFC എല്ലാം ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ബട്ട് ദി ഓൺലി ക്യാച്ച് ഈസ് എല്ലാ 6 മാസത്തിലും ഇത് റീബാലൻസ് ആയിക്കൊണ്ടിരിക്കുന്നത് തന്നെയായിരിക്കും. സോ തീർച്ചയായിട്ടും വീണ്ടും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്ന സ്റ്റോക്സിലേക്ക് വീണ്ടും ഒരു റീഇൻവെസ്റ്റ് ആവുന്നുണ്ടാവുക. സോ അത്യാവശ്യം കുറച്ച് ഈ ഒരു സ്റ്റൈൽ ഓഫ് ഇൻവെസ്റ്റിംഗ് നോക്കുന്നുണ്ടെന്നാണെങ്കിൽ ഈ ഒരു ഫണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. നാലാമത്തെ എന്ന് പറയുന്നത്
നിഫ്റ്റി ടോപ്പ് 10 ഈക്വൽ വെയിറ്റ് ഫണ്ടാണ്. ഇവിടെ ലാർജ് ക്യാപ്പിൽ വരുന്നതിൽ തന്നെ ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുള്ള ഒരു ടോപ്പ് 10 സ്റ്റോക്സ് ആയിരിക്കും ഈ മ്യൂച്വൽ ഫണ്ട്സിൽ ഉണ്ടാവുക. സോ ലാർജ് ക്യാപ്പ് ആയതുകൊണ്ട് തന്നെ റിസ്ക് എന്ന സംഭവം അത്യാവശ്യം കുറച്ച് കുറയുന്നതാണ്. ആൻഡ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ തന്നെ തുടക്കം മുതൽ നോക്കുകയാണെങ്കിൽ നിയർലി ഒരു 20% മേലെ റിട്ടേൺസ് തന്നിട്ടുമുണ്ട്. സോ കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിന്റെ റോളിംഗ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 തന്നിട്ടുള്ളത് നിയർലി ഒരു 12.5% ഇവിടെ ഈ ഫണ്ട് നിഫ്റ്റി ടോപ്പ് 10 തന്നിരിക്കുന്നത് ഏതാണ്ട് നിയർലി ഒരു 15% മേലെയാണ്. എല്ലാ 6 മാസവും റീബാലൻസിങ് നടക്കുന്നതായിരിക്കും. ലാസ്റ്റ് ടൈം നടന്ന റീബാലൻസ് ഓഗസ്റ്റ് 2024 നോക്കുമ്പോൾ തന്നെ ഇൻഫോസിസ്, TCS, അതേപോലെ തന്നെ ITC ഇതിലെല്ലാം ആയിരുന്നു കൂടുതൽ വെയിറ്റേജും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് പെർഫോം ചെയ്തിട്ടും ഉണ്ടായിരുന്നു. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി റിട്ടേൺസ് മാത്രമല്ല കൂടുതൽ, ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വളരെയധികം കുറവാണ്. ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം റിസ്ക് എന്ന സംഭവം ഇവിടെ ഫാക്ടർ ആയതാണ്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50നെക്കാട്ടിലും ഡീവിയേഷൻ കുറവാണ്. അതായത് എത്രത്തോളം ഡീവിയേഷൻ കുറയുന്നു അത്രത്തോളം ഫണ്ട് നല്ലതും റിസ്ക് കുറവുമെന്നാണ്. സോ ഇവിടെ സ്റ്റാൻഡേർഡ് റിട്ടേൺസും കൂടുതലാണ്, ഡീവിയേഷൻ കുറവാണ്. സോ തീർച്ചയായിട്ടും ഒരു സേഫും ബെറ്റർ റിട്ടേൺസ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നാണെങ്കിൽ ഈ ഒരു ഫണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് വാച്ച് ഔട്ട് ചെയ്യാൻ പറ്റും തന്നെയാണ്. അവസാനത്തെ ഫണ്ടിന്റെ പേര് നിഫ്റ്റി 500 വാല്യൂ 50 ഫണ്ടാണ്. അതായത് ഇന്ത്യയിൽ തന്നെ വരുന്ന ടോപ്പ് 500 കമ്പനീസ് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുത്ത് വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള 50 സ്റ്റോക്സിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. തീർച്ചയായിട്ടും കുറച്ച് റിസ്ക് കുറച്ച് കൂടുതലാണെന്ന് പറയണം. കാരണം 500 കമ്പനീസ് എന്ന് പറയുമ്പോൾ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പിനും എല്ലാം എക്സ്പോഷർ കുറച്ച് കൂടുതലാണ്. ബട്ട് സ്റ്റിൽ വാല്യൂ ഡ്രിവൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫണ്ടമെന്റൽ ആസ്പെക്ട്സിലൂടെ ആയിരിക്കും ഈ വാല്യൂ ഡ്രിവൺ ആയിട്ടുള്ള ഓരോ സ്റ്റോക്സ് എടുക്കുന്നുണ്ടാവും. അതായത് PE റേഷ്യോ, ബുക്ക് വാല്യൂ, ഡിവിഡൻഡ് ഈൽഡ് ഇതുപോലുള്ള ഫണ്ടമെന്റൽ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുകയും ചെയ്യും. പൊതുവെ കുറച്ച് ബെറ്റർ റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിന്റെ റോളിംഗ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 500 എന്ന ഇൻഡെക്സ് ഫണ്ട് തന്നിരിക്കുന്നത് 13.9% ഇവിടെ വാല്യൂ 50 വരുന്ന കമ്പനി നമുക്ക് തന്നിരിക്കുന്നത് നിയർലി 16% മേലെയാണ്. സോ ജനറലി ഒരു സെയിങ് ഉണ്ട്, ഒരു മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ്മെന്റ് വരുന്ന ഒരു സമയത്താണെങ്കിൽ ഇങ്ങനത്തെ വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് എപ്പോഴും കുറച്ച് ബെറ്റർ റിട്ടേൺസ് തരുന്നത്. സോ നമ്മൾ ആദ്യമൊക്കെ ഡിസ്കസ് ചെയ്ത് ടെക്നിക്കലും മൊമെന്റം ബേസ്ഡ് ആണെങ്കിൽ ഇത് പ്യൂർലി വാല്യൂ ഡ്രിവൺ ആണ്. സോ തീർച്ചയായിട്ടും ഈ ഒരു ഫണ്ടും ഇങ്ങനത്തെ ഫണ്ടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റും തന്നെയാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു 5 ഡിഫറൻ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സിന്റെ പേര് നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. അവരുടെ ഇൻഡെക്സ് ഫണ്ടുകളെക്കാളും നല്ല രീതിയിൽ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള മൊമെന്റം ബേസ്ഡ് ആയിട്ടും പെർഫോം ചെയ്യുന്ന ഫണ്ടുകളുടെ പേരാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് തന്നത്. സോ അടുത്ത വട്ടം നിങ്ങൾ വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. താങ്ക്